പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. സുരഗോളാലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ഗന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീനക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും. മറ്റു വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ, ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കാനൊരു യോഗം എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. പക്ഷേ ഒരു വേദി, നമ്മളെ വേദി ഒന്നും മുഴുവനായിട്ടും ആളുകൾ എത്തിച്ചേർന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എത്തിപ്പെട്ടവർ കുറച്ച് ചുരുങ്ങിപ്പോയി എന്നുള്ളതൊരു ദുഃഖമായി തന്നെ അവശേഷിക്കുന്നു. പിന്നെ വേദിയിലിരിക്കുന്ന വിശ്വമാഷ് നമ്മുടെ അധ്യക്ഷ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ ചെറിയൊരു എക്സ്ക്യൂസ് മീ, അത് ചെറിയൊരു മാറ്റം നമ്മൾ ആവശ്യമുണ്ട്. ഈ സാഹചര്യത്തിൻ്റെ കാരണം കൊണ്ടാണ് വിശ്വമാഷിക്ക് പെട്ടെന്ന് പോകണം. അതുകൊണ്ട് അവർ 3 പേർക്ക് സംസാരിക്കാനുള്ള സന്ദർഭം ആദ്യം നമ്മൾ കൊടുത്തിട്ട് അതിനുശേഷം റിപ്പോർട്ട് അവതരിപ്പിക്കാം. അതുകൊണ്ട് സംസാരിക്കാനായിട്ട്, അതായത് ഉദ്ഘാടനത്തിൻ്റെ രീതിയിൽ കൂടെ ആയിക്കൊണ്ട് നമുക്ക് വിശ്വമാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. വിശ്വമാസ്റ്റർ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്നിവിടെ നമ്മുടെ കക്കോടി ഗവൺമെൻറ് ഹൈസ്കൂള് ഫസ്റ്റ് ബാച്ച്, SSLC ഫസ്റ്റ് ബാച്ച്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. തുടക്കം ഇവിടെയായിരുന്നു. 8ാം ക്ലാസ് തുടങ്ങിയത് 75-76 വർഷം. അപ്പോൾ ഞാൻ 70-ലാണ് ഇവിടെ ജോയിൻ ചെയ്തത് ഈ സ്കൂളിൽ. 5 വർഷമായപ്പോഴേ എനിക്ക് ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അന്ന് നിറയെ കുട്ടികളുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള സൗഹൃദം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ സ്കൂളിലെ ഇതുപോലൊരു കൂട്ടായ്മ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ ഭാരവാഹികളെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ നിന്ന് ഇന്ന് ഈ കുട്ടികളെയൊക്കെ തിരിച്ചറിയാൻ തന്നെ വലിയ പ്രയാസമുണ്ട്. പലരും അടുത്ത് വന്ന് പറഞ്ഞു. കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. കുറേ പേരെ എനിക്കറിയാം, പേരൊക്കെ അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. ഈ കൂട്ടായ്മ എനിക്ക് തോന്നുന്നു എല്ലാ വർഷങ്ങളിലും നടക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. കാരണം ചിലരിത് തുടങ്ങി പിന്നെ അതിനെപ്പറ്റി മറക്കും. ഇനി എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഈ കൂട്ടായ്മ. രക്ഷിതാക്കളെ, 1976-77 ആദ്യ ബാച്ചിൻ്റെ സംഗമമാണ്. ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേൾക്കാറുണ്ട്, സ്കൂൾ ചരിത്രമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൈസ്കൂൾ ഇവിടെ 2 ക്ലാസ് ഉണ്ടായിരുന്നു, അതുപോലെ UP ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പല സംസാരത്തിലുണ്ടാവാറുണ്ട്. അപ്പം എന്തായാലും ആ ഒരു ആദ്യ ബാച്ചിലെ അംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ സ്കൂളിൻ്റെ ഭാഗമായിരിക്കുന്ന അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നുകയാണ്. അതുപോലെ ഇത്രയും ഞാൻ 50 വർഷം മുൻപുള്ള ബാച്ച്. അപ്പോൾ ഈ ഒരു സമയത്തും ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കൂട്ടായ്മയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ തൊട്ടടുത്ത് പാർക്കുന്നത് ആരാന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ട്. തൊട്ടടുത്തുള്ള കുട്ടികൾ ഏതാണെന്ന് അറിയാത്ത അവസ്ഥ ഉണ്ട്. മുൻപൊന്നും അങ്ങനെ ആയിരുന്നില്ല. മുൻപൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ന വീട്ടിലെ കുട്ടിയാണ്, അല്ല ഇന്ന ആളുടെ മകളാണ് എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വഴി ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തായിരിക്കും വീട്, പക്ഷേ
ആ വീട് അറിയാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ഈ ബാച്ചിലുള്ള ആളുകൾ, ഞാൻ ഏറ്റവും നിരന്തരം നമ്മുടെ സ്കൂളിന്റെ പല കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന നമ്മുടെ അയൽവാസികൾ ഒക്കെയാണ്. അപ്പം അവരൊക്കെ തന്നെ വളരെ ഒരു ഉത്തമ മാതൃകയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനും. അതുപോലെ തന്നെ നമ്മുടെ ഈ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞാൻ പേര് പറയുന്നില്ല, ആരെങ്കിലും വിട്ടുപോയാൽ ഇത് പ്രയാസമാകും എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് നിരന്തരം നമ്മുടെ സ്കൂളിലെ പ്രവർത്തനത്തിലായാലും നമ്മുടെ നാടിന്റെ പ്രവർത്തനത്തിലായാലും ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ തലമുറ, അവർക്കൊക്കെ മാതൃക. എനിക്ക് വിശ്വമാശയായിട്ടുള്ള ബന്ധം ഏകദേശം ഒരു നീണ്ട 17 വർഷക്കാലം ഒരുമിച്ച് ഞങ്ങൾക്ക് പ്രധാനാധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ കാലത്തൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളിലും, സ്കൂളിൻ്റെ കാര്യമായാലും ഓഫീസ് വർക്കായാലും വളരെ കൃത്യമായിട്ട് യാതൊരു താമസം വരുത്താതെ ഓഫീസുകളിൽ ഞങ്ങളുടെ എല്ലാ ജോലികളും വളരെ ഭംഗിയായി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട വിശ്വമാഷ് എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ കൂടിയാണ്. ഞാനിവിടെ വന്ന സമയത്ത് ഈ കുടുംബ സംഗമത്തിൽ, അതായത് കൂടുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവുക, വളരെ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുമുട്ടിയ ഒപ്പരം പഠിച്ച വ്യക്തിത്വങ്ങളാണ് നിങ്ങളെല്ലാവരും എന്നെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ആ സൗഹൃദം ഇത് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചു. നമ്മുടെ അധ്യാപകൻ്റെ ആശംസകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഒരു കടമ റിപ്പോർട്ടാണ്. റിപ്പോർട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് മെമ്പർമാരെ സംബന്ധിച്ച് അത് ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. അല്ലാതെ ആളുകൾ വന്നവർക്കൊക്കെ അത് വളരെ വെറുപ്പിക്കലാവും. അപ്പം അതുകൊണ്ട് വളരെ ചുരുക്കത്തിലുള്ള ഒരു ഓട്ടം മാത്രമേ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഔട്ട്ലൈൻ മാത്രം. അപ്പം അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കലാപരിപാടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു കവിതയാണ്. അപ്പോൾ ആ കവിതയ്ക്ക് ആരാണോ പേര് നൽകിയെന്നുള്ളത് അറിയാൻ അവർക്കറിയാം. തയ്യാറായിരിക്കുക, റെഡിയായിട്ട് ഇരിക്കണം. നമുക്ക് സമയം കളയാനുണ്ടാവില്ല, കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അത് സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് തീർക്കണം. 1 മണിക്കൂർ നമുക്ക് തുടക്കത്തിൽ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്ന് റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പ് ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ തുടങ്ങിയത്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് 2020 ജൂൺ 10 അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റി. ഇന്ന് 83 അംഗങ്ങൾ ഇതിലെത്തിയിട്ടുണ്ട്. അന്ന് മൊത്തത്തിൽ 105 പേരായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 83 അംഗങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാനും അവർക്കൊക്കെ മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യാനും ഇതിനകത്ത് ചേർക്കാനും അവരെല്ലാം നമ്പർ ചേർത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 2020 മുതൽ ഇപ്പോൾ 2020 ഏകദേശം 5 വർഷം തികയുന്നേ ഉള്ളൂ. ഈ കാലം കൊണ്ട് എല്ലാവരെയും നമ്മൾ ഒരുവിധം കണ്ടുപിടിച്ചു. അതിൽ 83, അപ്പോൾ 83 ചേർന്നെങ്കിൽ 83 അല്ല, അതിൽ കൂടുതൽ ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ നമുക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഒന്നൊരു പറയാം, നമ്മളിവിടെ അനുശോചനം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ആ ഒരു അനുശോചനം ഉൾപ്പെടുത്തുന്ന നമുക്കൊരു വേദനാജനകമായ ഉപഹാരം, മലയാളത്തിൽ പറയുന്നത് ഒരു ഉപഹാരം നൽകുന്നുണ്ട്. അത് നൽകുന്നതിനായിട്ട് ബാലചന്ദ്രനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും താൽക്കാലികമായി ഈ വേദിയിൽ നിന്ന് യാത്ര പറയുകയാണ്. ഇനി അടുത്ത അവസരങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.
ആസ്വാദ്യകരമായിട്ടുള്ളൊരു ഇവൻ്റായിട്ട് സംഭവമായിട്ട് നമ്മുടെ മനസ്സിൽ ഇന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 27/5/23 തീർത്ഥം വീട്ടിൽ യോഗം ചേർന്ന് അതിൻ്റെ യാത്രയെക്കുറിച്ചൊക്കെ വിലയിരുത്തി. ആ മീറ്റിങ്ങിൽ 30 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 13/8/23 ചെറുകുളം സംഗീത മിനി ഹാളിൽ യോഗം ചേർന്ന് അന്ന് 30 പേര് പങ്കെടുത്തു. അന്ന് കണക്കുകളൊക്കെ അവതരിപ്പിച്ചപ്പോൾ നമ്മളടുത്ത് 11,089 രൂപ ആദ്യത്തെ യാത്രയിൽ അനുഭവിച്ചു. അന്നത്തെ യാത്രയുടെ എല്ലാം വരവ് ചെലവെല്ലാം കണക്കുകൾ അവിടെ അവതരിപ്പിച്ചപ്പോൾ നമുക്ക് 11,850 രൂപ നമുക്ക് നമ്മുടെ ഫണ്ടിലേക്ക് മാറ്റി ബാക്കി വെക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത മീറ്റിംഗ് ചെറുകുളത്ത് സംഗീത ഹാളിൽ തന്നെ വീണ്ടും ചേർന്നു. 26 പേരെ പങ്കെടുത്തുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വിനോദയാത്ര കൂടി 2ാം കൊല്ലത്തേക്ക് അന്ന് പ്രോഗ്രാം ചെയ്തു. അത് 2024 ഫെബ്രുവരി 24 കൊയിലാണ്ടി മൂച്ചത് കൊണ്ട് നമ്മൾ പിന്നെ കാപ്പാട് സന്ദർശിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മീറ്റിംഗ് നടത്തിയത് 11/5/24 കൊഴുത്ത് ചേർന്ന ജനറൽ ബോഡി. അന്ന് 26 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. പിന്നെ അത് കൂടാതെ നമ്മൾ ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ ഒരിക്കലും MM പ്രകാശിന്റെ വീട്ടില്, ബാലരാമന്റെ വീട്ടില്, ലൈല ഖാദറിന്റെ വീട്ടില്, മീനാംബികയുടെ വീട്ടില് ഇങ്ങനെ ഇടയ്ക്കൊക്കെ മീറ്റിംഗ് നടത്തിയിരുന്നു. കുറേ ആളുകളൊക്കെ വരും, കുറേ ആളുകളൊന്നും എത്തില്ല. അപ്പൊ ഏതായാലും അങ്ങനെ കുറെ വീടുകളായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന ഒരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. എനിക്ക് കവിത ചൊല്ലി ശീലമൊന്നുമില്ല, ചൊല്ലി നോക്കുന്നേ ഉള്ളൂ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു കൃഷ്ണ തുളസാൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിന്നരികിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ താനേ മറന്നു നിന്നു പോകും. ആരോടും ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യക്തമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്തെന്നെ കണ്ടാൽ ചിരിക്കാതെ പോവരുതേ. നിന്റെ ആ പുഞ്ചിരി മാത്രം മതി ഇനിയുള്ള കാലം കാത്തിരിക്കാൻ, ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. മുഖവാതിൽക്കൽ സ്നേഹം വിളയ്ക്കുന്ന പൂന്തികളാകുന്നു ഭാര്യ. ദുഃഖത്തിനുള്ളിരട്ടും ദുഃഖങ്ങളാക്കുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യ ദേവിയാണ് എപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളിൽ നീറും മനസ്സിന്റെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. കൂട്ടുകാരി ഗീതയുടെ ഹസ്ബൻഡ് ആനന്ദൻ മാസ്റ്റർ ഒരു കരോക്കെ ഗാനം ആലപിക്കുന്നതാണ്. കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. കോങ്കലയ്ക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. പാഠപുസ്തകത്തിൽ മായിൽ
പറഞ്ഞു പണ്ട് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു. ഇപ്പോഴാ കഥകളൊക്കെ നിങ്ങളും മറന്നു. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണു നീലമേഘം. കാട്ടിലെ കോളാമ്പി പൂക്കൾ നമ്മളെ വീഴിച്ചു. കാറ്റു കേറും കാട്ടിലെല്ലാം നമ്മളും കൂടിച്ചു. കാലമാമിയത്ര പൂക്കളെ കൊഴിച്ചു. കാത്തിരിപ്പും മോഹവും പിന്നെങ്ങിനെ പിഴച്ചു. ഞാനൊരുത്തൻ നീയൊരുത്തി നമ്മൾ തന്നെ ഇടക്കി. വേലി കെട്ടാൻ ദുർവിധിക്ക് കിട്ടിയോ മീടോക്ക്. എന്റെ കണ്ണു നീരുനോക്കി ഇറങ്ങി നിന്റെ കൊച്ചു തോണി നീങ്ങി എങ്ങു പോയി മറഞ്ഞു. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണു നീലമേഘം. ഞാൻ ഇവിടെ ചൊല്ലുന്നത് കാലം കടന്നുപോയി എത്ര വേഗം. പ്രായവും മേറെ അങ്ങേറിയല്ലോ. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല. സൗഹൃദം മായാത്ത മുദ്ര പോലെ. കാലം കടന്നുപോയി എത്ര വേഗം. പ്രായവും ഏറെ അങ്ങേറിയല്ലോ. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല. സൗഹൃദം മായാത്ത മുദ്ര പോലെ. കൗമാരം മാറിയതോർമ്മയില്ല. യൗവനം പോയി മറഞ്ഞല്ലോ വേഗം. പദവികൾ മാറി നാം ഏവരുമേ പലവിധ വേഷത്തിലെത്തിയിന്ന്. പദവികൾ മാറി നാം ഏവരുമേ പലവിധ വേഷത്തിലെത്തിയിന്ന്. ഇലകൾ കൊഴിയുമ്പോൾ ഇടയ്ക്കായി ചില മുഖമെങ്ങോ മറഞ്ഞുപോയി. ഇലകൾ കൊഴിയുമ്പോൾ ഇടയ്ക്കായി ചില മുഖമെങ്ങോ മറഞ്ഞുപോയി. ദളങ്ങൾ വാടും പനിനീർപ്പൂ പോൽ മുഖങ്ങൾ പലതും നരച്ചുപോയി. तुझको देखा था मैंने अपने आंगन में. कैसे कह रहे थे तुम. ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട. ഓമന മുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ടാറിട്ട റോഡാണ് റോഡിനരികാണ്
വീടിനടയാളം Cats and the monkey. Once upon a time there were two cats. They were good friends. They got a piece of bread. While sharing, they made big and small piece. So they began to fight for the bigger piece. At the same time, a monkey saw them fighting. Monkey said, "I will share it equally." He bit the bigger piece to make it equal. Again, he bit the other bigger piece to make it equal. Bit by bit, ആമ പറഞ്ഞു, "ഞാനുണ്ട് നിന്റെ മത്സരത്തിന്." അപ്പോൾ മത്സരം തുടങ്ങി. മത്സരത്തിന്റെ ആദ്യത്തെ പ്രാവശ്യം തന്നെ കഴുത തുടങ്ങാനുള്ള വിസിലടിച്ച് ഓട്ടമത്സരം തുടങ്ങിയപ്പോൾ മുയൽ വേഗത്തിൽ ഓടി. അങ്ങനെ മുയൽ വിചാരിച്ചു, എന്തായാലും മാമ പതുക്കല്ലേ വരുള്ളൂ, അതുവരെ ഈ മരച്ചവിട്ടിൽ കിടക്കാം. അങ്ങനെ നല്ല തണുത്ത കാറ്റ് കാരണം മുയൽ ഉറങ്ങിപ്പോയി. അങ്ങനെ ആമ അയഞ്ഞു അവിടെ എത്തി. ആമ മത്സരത്തിന്റെ അവസാനത്തിന്റെ എത്തിയിട്ട് ആമ വിജയിച്ചു. മുയൽ ഓടാൻ നോക്കിയിട്ടു അവിടെ ഒരു കയറുണ്ടായിരുന്നു, തടഞ്ഞു വീണുപോയി. ആമ വിജയിച്ചത് കാരണം ട്രോഫി അവിടെ വെച്ചിട്ട് ആമ മുയലിനെ എഴുന്നേൽപ്പിക്കാൻ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. കാതിലാണേ തോടയില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. ചെണ്ടേങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും മുല്ലമൊട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. ചെന്തേങ്ങ നിറമില്ലേലും ചെന്താ പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു മറുക്കിനു ചേർക്കണേ. കണ്ണിനാലെന്റെ കരളിനുരുളി എണ്ണ കാച്ചിയ മമ്പരം കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മൾ കയറ് പൊട്ടിയ പമ്പരം. ചേറിൽ നിന്നു വളർന്നു പൊന്തിയ പൂറി നിന്നോടെ കൈയിനാൽ നെയ്ച്ചോറു വെച്ചതു തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ നെഞ്ചിലാൽ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ചേറിൽ നിന്നു വളർന്നു പൊന്തിയ പൂറി നിന്നോടെ കൈയിനാൽ നെയ്ച്ചോറു വെച്ചതു തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ കൽബിലായി. വമ്പെഴും നിന്റെ
പുരികക്കൊടിയുടെ അമ്പ് കൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു തീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി. കുടവുമായി പുഴക്കടവിൽ വെമ്മനെ കടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതീ കളി. വേറെയാണു വിചാരമെങ്കിൽ നേരമായതു ചൊല്ലുവാൻ. വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ.